പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് നമ്മൾ ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്നുള്ള ചാപ്റ്റർ തീർക്കാൻ പോവുകയാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഫിനിഷ് ദ ചാപ്റ്റർ ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഗ്രാൻഡ് മദറും അതുപോലെ പേരക്കുട്ടിയും എന്നത് നരേറ്ററാണല്ലോ അല്ലേ. രണ്ടുപേരും സിറ്റിയിലേക്ക് മാറ്റപ്പെടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അവിടെ ഇംഗ്ലീഷ് സ്കൂളിൽ വിദ്യാഭ്യാസം തുടർന്ന നരേറ്റർ അവിടുത്തെ വിദ്യാഭ്യാസ ശൈലിയോട് തീരെ യോജിപ്പില്ലാത്ത ഗ്രാൻഡ് മദർ, പ്രേയേഴ്സിലും അതുപോലെ സ്പാരോസിന് തീറ്റ കൊടുക്കലിലും മുഴുകിയ ഗ്രാൻഡ് മദർ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. വെൻ ഐ ഡിസൈഡഡ് ടു ഗോ അബ്രോഡ് ഫോർ ഫർദർ സ്റ്റഡീസ് ഐ വാസ് ഷുവർ മൈ ഗ്രാൻഡ് മദർ വുഡ് ബി അപ്സെറ്റ്. ഞാൻ തീരുമാനിച്ചപ്പോൾ, വെൻ ഐ ഡിസൈഡഡ് ടു ഗോ അബ്രോഡ്, ഗോ ടു അബ്രോഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല, അബ്രോഡ് എന്ന് പറഞ്ഞാൽ തന്നെ വിദേശത്തേക്ക് എന്നാണ്. വിദേശത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ, ഫോർ ഫർദർ സ്റ്റഡീസ്, പിന്നീടുള്ള പഠനത്തിനായിട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ, ഐ വാസ് ഷുവർ, എനിക്ക് ഉറപ്പായിരുന്നു, മൈ ഗ്രാൻഡ് മദർ വുഡ് ബി അപ്സെറ്റ്, എൻ്റെ ഗ്രാൻഡ് മദർ അപ്സെറ്റ് ആയിരിക്കുമെന്ന്. ഐ വുഡ് ബി അവേ ഫോർ 5 years. കാരണം ഇതാണ്, ഐ വുഡ് ഹാവ് ടു സ്റ്റേ ഫോർ 5 years അബ്രോഡ്. ആൻഡ് അറ്റ് ഹർ ഏജ്, അവരുടെ ഈ പ്രായത്തിൽ, അറ്റ് ദിസ് ഏജ് ഓഫ് ഹിസ് ഗ്രാൻഡ് മദർ, വൺ കുഡ് നെവർ ടെൽ എന്നാണ്, ഒരാൾക്ക് പറയാൻ സാധിക്കുകയില്ല. ഇപ്പൊ എന്ത് പറയാൻ സാധിക്കില്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ. ഇത്രയും പ്രായമായിട്ടുണ്ട്. സോ വൺ കുഡ് നെവർ ടെൽ ഇഫ് ഷീ വുഡ് ലീവ് ഫോർ അനദർ 5 years. ഇനി ഒരു 5 വർഷം കൂടി ജീവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല, അത്രത്തോളം പ്രായമായിട്ടുണ്ട്. മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ, വൺ കുഡ് നെവർ ടെൽ ഷീ വുഡ് അലൗ ഹിം ടു ഗോ അബ്രോഡ്. ഇവിടെ ടെൽ എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപക്ഷെ എന്തായിരിക്കും, അലൗ ഹിം ടു ഗോ അബ്രോഡ്. അങ്ങനെയും വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ പ്രായത്തിൽ തൻ്റെ കൂടെയുള്ള കുട്ടിയാണല്ലേ, അവനെ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ടായിരിക്കും. രണ്ട് രീതിയിലും ഈ ഒരു സെന്റൻസിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു മീനിങ് എന്ന് പറയുന്നതാണ്, ദ നരേറ്റർ ഹാഡ് എ ജെന്യുവിൻ ഡൗട്ട് വെദർ ഷീ വുഡ് ലീവ് ഫോർ ദോസ് 5 years ടു റിസീവ് ഹിം അഗെയിൻ. 5 വർഷം കഴിഞ്ഞാൽ ഇവനെ റിസീവ് ചെയ്യാൻ ഈ ഗ്രാൻഡ് മദർ ഉണ്ടാകുമോ എന്നുള്ള സംശയം. ബട്ട് മൈ ഗ്രാൻഡ് മദർ കുഡ്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് മദറിന് കഴിഞ്ഞു. ഇവിടെയും രണ്ട് രീതിയിലും പറയാം. 5 വർഷം കഴിഞ്ഞിട്ടും പുള്ളിക്കാരി ജീവിച്ചിരുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ ഗ്രാൻഡ് മദർ കുഡ് സെൻഡ് ഹിം വിതൗട്ട് എനി വറീസ്. അയാളെ വലിയ പ്രയാസമൊന്നുമില്ലാതെ വിദേശത്തേക്ക് അയക്കാൻ ഗ്രാൻഡ് മദറിന് കഴിഞ്ഞു. ഷി വാസ് നോട്ട് ഈവൻ സെന്റിമെന്റൽ. ഇപ്പോൾ ഗ്രാൻഡ് മദറിന്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എഴുതാൻ പറ്റാവുന്ന ഒരു സെന്റൻസ്, ഷി വാസ് നോട്ട് സെന്റിമെന്റൽ. അത്ര വികാരവിക്ഷോഭമുള്ള ആളൊന്നുമല്ല ഗ്രാൻഡ് മദർ. ഷി വാസ് ബോൾഡ്, അല്ലെ, ധൈര്യമുള്ള ആളാണ്. ഷീ കെയിം ടു ലീവ് മീ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ഗ്രാൻഡ് മദർ വന്നു. ബട്ട് ഡിഡ് നോട്ട് ടോക്ക് ഓർ ഷോ എനി ഇമോഷൻ. യാതൊരു വികാര പ്രകടനങ്ങളും ഉണ്ടായില്ല. ഹെർ ലിപ്സ് മൂവ്ഡ് ഇൻ പ്രയർ. ഷീ ഓൾവേസ് ഇൻഡൾജ്ഡ് ഇൻ പ്രേയേഴ്സ്. ഹെർ മൈൻഡ് വാസ് ലോസ്റ്റ് ഇൻ പ്രയർ. സോ ഷീ വാസ് ഓൺലി കോൺസെൻട്രേറ്റഡ് ഇൻ പ്രേയേഴ്സ്. അവരുടെ മനസ്സ് മുഴുവൻ പ്രേയേഴ്സ് മാത്രമായിരുന്നു. ഹർ ഫിംഗേഴ്സ് വർ ബിസി ടെല്ലിംഗ് ദ ബീഡ്സ് ഓഫ് എ റോസറി. തൻ്റെ റോസറിയിലെ ജപമാലയിലെ മുത്തുകൾ എണ്ണുന്നതിൽ മാത്രമായിരുന്നു അവരുടെ ശ്രദ്ധ. അവരുടെ ഫിംഗേഴ്സ് ജപമാല മുത്തുകൾ എണ്ണിക്കൊണ്ടേയിരുന്നു. സൈലന്റ്ലി ഷീ കിസ്ഡ് മൈ ഫോർഹെഡ്. അങ്ങനെ പിരിയാൻ സമയത്ത് നിശബ്ദയായിട്ട് അവരെൻ്റെ നെറ്റി ചുംബിച്ചു. ആൻഡ് വെൻ ഐ ലെഫ്റ്റ്, ഞാൻ പോയപ്പോൾ, ഐ ചെറിഷ് ദ മോസ്റ്റ് ഇംപ്രിന്റ് ആസ് പെർഹാപ്സ് ദ ലാസ്റ്റ് സൈൻ ഓഫ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ അസ്. ഞാൻ അവരെ പിരിഞ്ഞപ്പോൾ, ഐ ചെറിഷ്ഡ്, ചെറിഷ് പറഞ്ഞാൽ പരിലാളിക്കുക എന്നൊക്കെയാണ്, മനസ്സിൽ സൂക്ഷിക്കുക. എന്ത്? ദ മോയിസ്റ്റ് ഇംപ്രിന്റ്, ചുംബനത്തിന്റെ ആ ഒരു മോയിസ്റ്റ്, ആർദ്രത, അല്ലെ, ആർദ്രമായിട്ടുള്ള ആ ചുംബനത്തിന്റെ മുദ്ര ഞങ്ങൾ തമ്മിലുള്ള ഒരുപക്ഷെ അവസാനത്തെ ലാസ്റ്റ് സൈനായിട്ട് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു എന്നാണ്. ഇനി അങ്ങോട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാകുമോ എന്ന് ഓദറിനും, അതായത് നരേറ്ററിനും സംശയമുണ്ട്. ബട്ട് ദാറ്റ് വാസ് നോട്ട് സോ. പക്ഷെ അങ്ങനെയായിരുന്നില്ല. ആഫ്റ്റർ 5 years ഐ കെയിം ബാക്ക് ഹോം and was met by her at the station. 5 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ, I was met by her at the station. റെയിൽവേ സ്റ്റേഷനിൽ അവരും ഉണ്ടായിരുന്നു. She did not look a day older. It seemed she was at the same age when she separated 5 years back. ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു ദിവസത്തെ പോലും പ്രായാധിക്യം തോന്നിയില്ല അവരെ കണ്ടപ്പോൾ. ഈ സെന്റൻസ് വായിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിച്ച പോയം ഓർമ്മ വരും, അല്ലേ? ഏതാണ് പോയം? എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. അതിലൊരു വരി പറയുന്നില്ലേ, ആ വുമണെ കുറിച്ച് പറയുന്ന സമയത്ത്, ഓൾഡർ ദാൻ എനിത്തിങ്, ഷീ ലുക്സ് ഓൾഡർ ദാൻ എനിത്തിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്തിനേക്കാൾ കൂടുതൽ പ്രായമുള്ള ആളാണ്, ഇനിയും അങ്ങോട്ട് പ്രായത്തിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഷീ സ്റ്റിൽ ഹാഡ് നോട്ട് ടൈം ഫോർ വേർഡ്സ്. ഇപ്പോഴും അവർക്ക് സംസാരിക്കാൻ സമയമില്ല. ഷീ ഡിഡ്ന്റ് ഫൈൻഡ് ടൈം ടു ടോക്ക് വിത്ത് മീ. ആൻഡ് വൈൽ ഷീ ക്ലാസ്പ് മീ ഇൻ ഹെർ ആംസ്. ഒന്നും മിണ്ടിയില്ലെങ്കിലും ഷീ ഗ്രാസ്പ്ഡ് മീ, എന്നെ ഗ്രാസ്പ് ചെയ്യുക.
എൻ്റെ കയ്യിൽ പിടിച്ചു, മുറുകെ പിടിച്ചു. I could hear her reciting her prayers. I could hear her prayers. അവരുടെ ആ പ്രാർത്ഥനകൾ മാത്രം എനിക്ക് കേൾക്കാനായി. ഈവൻ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ അറൈവൽ, ഞാൻ നാട്ടിൽ വന്നതിൻ്റെ ആദ്യത്തെ ദിവസം പോലും, her happiest moments were with her sparrows. അവരുടെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ സ്പാരോസിൻ്റെ കൂടെയായിരുന്നു. whom she fed longer and with frivolous rebukes. ആർക്കാണോ ഒരുപാട് സമയം അവർ തീറ്റ കൊടുത്തത്, പിന്നെയോ ആൻഡ് വിത്ത് ഫ്രിവലസ് റെബ്യൂക്സ്. തീറ്റ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? റെബ്യൂക്ക് ചെയ്യാറുണ്ട്, ശാസിക്കുക, സ്കോൾഡ് എന്നുള്ള അർത്ഥത്തിലാണ്. എങ്ങനത്തെ റെബ്യൂക്കാണ്? ഫ്രിവലസ് മീൻസ് ബാലിശമായിട്ടുള്ള, ചൈൽഡിഷ് ആയിട്ടുള്ള, ചപലമായ. ഇപ്പോൾ കിളികളൊക്കെ ചൂടാവണമെങ്കിൽ ഒന്നുകിൽ തലയിലത്തെ കിളി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്രയും വാത്സല്യം വേണം അല്ലേ. അപ്പോൾ ഇവർ വാത്സല്യപൂർവ്വം ഈ കിളികളോട് സംസാരിക്കുന്നതും അവരെ ശാസിക്കുന്നതും അവർക്ക് തീറ്റ കൊടുക്കുന്നതും ഒക്കെ വളരെ രസകരമായ കാഴ്ചയായിരുന്നു. ഇൻ ദ ഈവനിങ്, അന്ന് വൈകിട്ട്, എ ചേഞ്ച് കെയിം ഓവർ ഹെർ. അവരിൽ ഒരു മാറ്റം കാണാനായി. ഷീ ഡിഡ് നോട്ട് പ്രേ. ഷീ റെഫ്യൂസ്ഡ് ടു പ്രേ. അവർ പ്രാർത്ഥിച്ചില്ല. ഷീ കളക്റ്റഡ് ദ വിമൻ ഓഫ് നെയ്ബർഹുഡ്. അയൽപക്കത്തെ സ്ത്രീകളെയെല്ലാം ഒരുമിപ്പിച്ചു കൂട്ടി. ഗോഡ് ആൻ ഓൾഡ് ഡ്രം. പഴയ ഒരു ചെണ്ട, ഒരു ഡ്രം സംഘടിപ്പിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് ടു സിംഗ്. അവരവിടെ ഗാനമേള നടത്തി അല്ലേ. സ്റ്റാർട്ടഡ് ടു സിംഗ് ഫോർ സെവറൽ അവേഴ്സ്. ഒരുപാട് സമയം, ഒരുപാട് മണിക്കൂറുകൾ. ഷീ തംപ്ഡ് the sagging skins of the dilapidated drum and sang of the homecoming of warriors. തമ്പി പറഞ്ഞാൽ മുട്ടുക എന്നാണ് അർത്ഥം. സാഗിങ് സ്കിൻ, ആ ചെണ്ടയുടെ തൊലിയൊക്കെ ഇങ്ങനെ അയഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. സാഗ് ചെയ്യുക അല്ലെ, അയഞ്ഞു തൂങ്ങി കിടക്കുക. ഓഫ് ദ ഡിലാപ്പിഡേറ്റഡ്, ദ്രവിച്ച, അവിടെ ചെണ്ടയുടെ അവസ്ഥയാണ് പറയുന്നത്. ഇറ്റ് വാസ് ഡിലാപ്പിഡേറ്റഡ് ഡ്രം. ആൻഡ് സാങ് ഓഫ് ദ ഹോം കമ്മിങ് ഓഫ് വാരിയേഴ്സ്. ഏതോ ഒരു പുരാതന ഗീതം, യോദ്ധാക്കളുടെ വിജയിച്ചതിന് ശേഷമുള്ള നാട്ടിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷിച്ചുകൊണ്ടുള്ള എന്തോ ഗാനം ചെണ്ട കൊട്ടി പാടുകയായിരുന്നു എല്ലാവരും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അന്ന് തന്നെയാണ് ആരുടെ ഹോം കമ്മിങ് ഉണ്ടായിട്ടുള്ളത്? ഹോം കമ്മിങ് ഓഫ് ദ നെറേറ്റർ. We had to persuade her to stop to avoid overstraining. We had to persuade, we had to induce, we had to force. ഞങ്ങൾക്ക് അവരെ നിർബന്ധിക്കേണ്ടി വന്നു. എന്തിന്? To stop to avoid overstraining. അധികമായിട്ട് സ്ട്രെയിൻ എടുക്കരുത് എന്നവരെ ഒരുപാട് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. That was the first time since I had known her that she did not pray. അന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് അവരെ പ്രാർത്ഥനയിൽ മുഴുകാതെ കാണുന്നത്. The next morning she was taken ill. The next morning she got ill. അവർക്ക് അസുഖം ബാധിക്കുകയാണ്. It was a mild fever, ചെറിയൊരു പനി. And the doctor told us that it would go. ഡോക്ടർ പറഞ്ഞത് അത് പോകുമെന്നാണ്. She will be recovered, the doctor said. But my grandmother thought differently. പക്ഷേ ഗ്രാൻഡ് മദർ എന്താണ് ചിന്തിച്ചത്? വ്യത്യസ്തമായിട്ടാണ്. She told us that her end was near. She believed that she would die soon. She said that since only a few hours before the close of the last chapter of her life, she had omitted to pray. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ജീവിതത്തിൻ്റെ അധ്യായത്തിൻ്റെ അവസാന ചാപ്റ്റർ, അതിൻ്റെയും ക്ലോസ് എത്തിയിരിക്കുന്നു അല്ലേ. അവസാന ചാപ്റ്ററും തീരാറായിരിക്കുന്നു. അതുകൊണ്ട് സിൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബിക്കോസ് എന്നാണ് അർത്ഥം. ബിക്കോസ് ഓൺലി എ ഫ്യൂ അവേഴ്സ് ബിഫോർ, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിന് മുമ്പായിട്ട്. എന്തിനു മുമ്പ്? ദ ക്ലോസ് ഓഫ് ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ്. അവരുടെ ജീവിതത്തിൻ്റെ അവസാന ചാപ്റ്ററിൻ്റെ ക്ലോസ്, അവസാനം എത്തുന്നതിന് മുമ്പ് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നിരിക്കെ ഷീ ഹാഡ് ഒമിറ്റഡ് ടു പ്രേ. അവർ പ്രാർത്ഥന തൽക്കാലം ഒഴിവാക്കി. ഒമിറ്റ് ചെയ്യാൻ എന്താണ്? ഒഴിവാക്കുക എന്നാണ്. ഷി വാസ് നോട്ട് ഗോയിങ് ടു വേസ്റ്റ് എനി മോർ ടൈം ടോക്കിംഗ് ടു അസ്. അതുപോലെ തന്നെ അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, താനിനി നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് സമയം ചിലവഴിക്കുകയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. സമയം വേസ്റ്റ് ആക്കുകയില്ല. അവരിതൊക്കെ പറഞ്ഞപ്പോൾ വി പ്രൊട്ടസ്റ്റഡ്. അവരുടെ ഈ മനോഭാവത്തെ ഞങ്ങൾ എതിർക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ എന്താണ് ഗ്രാൻഡ് മദർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബട്ട് ഷീ ഇഗ്നോർഡ് അവർ പ്രൊട്ടസ്റ്റ്. എന്തൊക്കെയായാലും ഞങ്ങളുടെ ആ എതിർപ്പുകളെയെല്ലാം അവർ അവഗണിച്ചു. ഷീ ലേ പീസ്ഫുള്ളി ഇൻ ദ ബെഡ് പ്രേയിങ് ആൻഡ് ടെല്ലിങ് ഹെർ ബീഡ്സ്. ആ ബെഡിൽ സമാധാനത്തോടുകൂടി കിടന്നു. എങ്ങനെ? ടെല്ലിങ് ഹെർ ബീഡ്സ്, അവരുടെ ആ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് അല്ലേ. മുത്തുകൾ എണ്ണിക്കൊണ്ട്, റോസറിയിലെ മുത്തുകൾ എണ്ണിക്കൊണ്ട്. ഈവൻ ബിഫോർ വി കുഡ് സസ്പെക്ട്, ഞങ്ങൾ സംശയിക്കുന്നതിനും മുമ്പേ, ഹെർ ലിപ്സ് സ്റ്റോപ്പ് മൂവിങ്, അവരുടെ ചുണ്ടുകൾ സ്തബ്ധമായി, ചുണ്ടുകളുടെ ചലനം നിന്നു. ദ റോസറി ഫെൽ ഫ്രം ഹെർ ലൈഫ്ലെസ് ഫിംഗേഴ്സ്, ജപമാല അവരുടെ ജീവനറ്റ വിരലുകളിൽ നിന്നും താഴെ വീണു. എ പീസ്ഫുൾ പേലർ സ്പ്രെഡ് ഓവർ ഹെർ ഫേസ്, ഒരു വിളർച്ച, പേലർ ഒരു വിളർച്ച അവരുടെ മുഖത്ത് പടർന്നു, സ്പ്രെഡ് ചെയ്തു. ആൻഡ് വി ന്യൂ ദാറ്റ് ഷീ വാസ് ഡെഡ്, ഞങ്ങൾക്ക് മനസ്സിലായി അത് അവർ മരിച്ചിരിക്കുന്നു. വി ലിഫ്റ്റഡ് ഹെർ ഓഫ് ദ ബെഡ്, ബെഡിൽ നിന്നും ഞങ്ങൾ അവരെ ഉയർത്തി. ആൻഡ് ആസ് ഈസ് കസ്റ്റമറി, ആചാരം എന്നുള്ള നിലയ്ക്ക്, ലെയ്ഡ് ഹെയർ ഓൺ ദ ഗ്രൗണ്ട്, നിലത്ത് കിടത്തി. ആൻഡ് കവേർഡ് ഹെയർ വിത്ത് എ റെഡ് ഷൗഡ്, അവരെ ഒരു പുതപ്പ് കൊണ്ട് മൂടി. ഷൗഡ് എന്ന് വെച്ചാൽ ക്ലോത്ത് ഫോർ ഡെഡ്, ശവശരീരം പുതപ്പിക്കുന്ന
തുണിയെയാണ് ഷ്രൗഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ഓഫ് മോർണിംഗ്, കുറച്ച് സമയത്തെ വിലാപങ്ങൾക്ക് ശേഷം, വി ലെഫ്റ്റ് ഹെർ അലോൺ, അവരെ ഞങ്ങൾ കുറച്ചു നേരം തനിച്ചാക്കി, അതായത് ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്നു. ടു മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ ഹെർ ഫ്യൂണറൽ, അവരുടെ ശവസംസ്കാരത്തിനുള്ള അറേഞ്ച്മെന്റ്സിനായിട്ട്. ഇൻ ദ ഈവനിങ് വി വെന്റ് ടു ഹെർ റൂം വിത്ത് എ ക്രൂഡ് സ്ട്രെച്ചർ, വൈകിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു സ്ട്രെച്ചറുമായിട്ട് അവരുടെ റൂമിലേക്ക് ചെന്നു. ക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പരിക്കനായിട്ടുള്ള. ടു ടേക്ക് ഹെയർ ടു ബി ക്രിമേറ്റഡ്, അവരെ ദഹിപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് സ്ട്രെച്ചറുമായിട്ട് അങ്ങോട്ട് ചെന്നത്. ദ സൺ വാസ് സെറ്റിംഗ്, സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹാഡ് ലിറ്റ് ഹെർ റൂം, അപ്പോഴും അവരുടെ റൂമിൽ പ്രകാശമുണ്ട്. റൂമിൽ മാത്രമല്ല, ആൻഡ് വരാന്ത വിത്ത് എ ബ്ലേസ് ഓഫ് ഗോൾഡൻ ലൈറ്റ്. ബ്ലേസ്, ജ്വലിക്കുക എന്നുള്ളതാണ്. ഗ്ലെയർ ഓഫ് സൺലൈറ്റ്, സൂര്യപ്രകാശം, ഒരു ഗോൾഡൻ ലൈറ്റ് ആണ്. വി സ്റ്റോപ്ഡ് ഹാഫ് വേ ഇൻ ദ കോർട്ട്യാർഡ്, ആ മുറ്റത്ത് പകുതി എത്തിയ സമയത്ത് ഞങ്ങളത് നിൽക്കുകയാണ്. ഓൾ ഓവർ ദ വരാന്ത and in her room, right up to where she lay dead and stiff, wrapped in the red shroud, thousands of sparrows sat scattered on the floor. All over the veranda, വരാന്തയിൽ ഉടനീളം, അതുപോലെ തന്നെ in her room, അവരുടെ റൂമിൽ, right up to where she lay dead, അവർ മരിച്ചു കിടക്കുന്ന ആ സ്ഥലം വരെ, lay dead and stiff, അല്ലേ, മരിച്ച ആളുകൾ അങ്ങനെയാണല്ലോ, സ്റ്റിഫ് ആയിട്ടല്ലേ കിടക്കുക. എങ്ങനെയാണ് കിടക്കുന്നത്? wrapped in the red shroud, ആ ചുവന്ന പട്ടിൽ പൊതിയപ്പെട്ടുകൊണ്ട്. തൗസൻഡ്സ് ഓഫ് സ്പാരോസ്, അങ്ങനെ കിടക്കുന്നിടത്ത് ആയിരക്കണക്കിന് സ്പാരോസിനെ കാണാനായി. സാറ്റ് സ്കാറ്റേഡ് ഓൺ ദ ഫ്ലോർ, നിലത്ത് അവരങ്ങനെ ചിതറി ഇരിക്കുകയാണ്. ദർ വാസ് നോ ചിറപ്പിംഗ്, അവർ ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല. വി ഫെൽ സോറി ഫോർ ദ ബേർഡ്സ്, ഞങ്ങൾക്ക് ബേർഡ്സിനെ ആലോചിച്ച് സങ്കടം വന്നു. ആൻഡ് മൈ മദർ ഫെച്ച് സം ബ്രെഡ് ഫോർ ദം, എൻ്റെ അമ്മ അവർക്കായി, സ്പാരോസിനായി കുറച്ച് ബ്രെഡ് കൊണ്ടുവന്നു. ഷീ ബ്രോക്ക് ഇറ്റ് ഇൻ ടു ലിറ്റിൽ ക്രംസ്, ചെറിയ കഷ്ണങ്ങളായി, അതായത് ക്രംബ് എന്ന് പറഞ്ഞാൽ നുറുക്കുക. കട്ട് ഇൻ ടു സ്മോൾ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി. ദ വേ മൈ ഗ്രാൻഡ് മദർ യൂസ് ടു, എൻ്റെ ഗ്രാൻഡ് മദർ ചെയ്യുന്നത് പോലെ. ആൻഡ് ത്രൂ ഇറ്റ് ടു ദം, എന്നിട്ട് അവയ്ക്ക് എറിഞ്ഞു കൊടുത്തു. ദ സ്പാരോസ് ടുക്ക് നോ നോട്ടീസ് ഓഫ് ദ ബ്രെഡ്, ദ സ്പാരോസ് ഡിഡിൻ നോട്ടീസ് ദ ബ്രെഡ്, സ്പാരോസ് കണ്ടഭാവം നടിച്ചില്ല. വെൻ വി ക്യാരിഡ് മൈ ഗ്രാൻഡ് മദേഴ്സ് കോപ്സ്, ഞങ്ങൾ ഗ്രാൻഡ് മദറിൻ്റെ ശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയപ്പോൾ, ദേ ഫ്ലൂ എവേ ക്വൈറ്റ്ലി, അവയും അവിടെ നിന്ന് നിശബ്ദമായി പറന്നുപോയി. നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം, the sweeper swept the breadcrumbs into the dustbin. അടുത്ത ദിവസം രാവിലെ വന്നിട്ട് അവിടുത്തെ തൂപ്പുകാരിക്ക് ആ ബ്രെഡിൻ്റെ കഷ്ണങ്ങളെല്ലാം അവിടെ നിന്ന് അടിച്ചു വാരി ഡസ്റ്റ്ബിന്നിൽ ഇടേണ്ടി വരികയാണ്. So that was the affection between sparrows and his grandmother. How was this story? Hope you have enjoyed it. And we will meet soon with the questions and answers and exercises. Until then, goodbye.